ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയതായിട്ടൊരു പ്രോഡക്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഇത് പെയ്ഡ് പ്രൊമോഷനോ കൊളാബോ ഒന്നുമല്ല കേട്ടോ. ഞാനിത് വാങ്ങിച്ച് ട്രൈ ചെയ്താൽ നോക്കാൻ കുറേ നാളുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ക്ലേ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മാച്ചോ എസെൻസ് സ്ക്രബ് വിത്ത് BHA എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് റിജുവൽ ഓഫ് ജപ്പാൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യൻ പ്രോഡക്റ്റാണ് കേട്ടോ. ഇന്ത്യൻ പ്രോഡക്റ്റിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ സ്ക്രബായിട്ടുള്ള നമ്മൾ അറിയാം, നമുക്ക് സ്ക്രബ് ഒരു ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ഉള്ളത് സ്ക്രബായിട്ട് നമുക്ക് അറിയത്തില്ല. ഇല്ലെങ്കിൽ സൊല്യൂഷൻ ടൈപ്പുള്ളത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഇതൊരു ക്ലിയർ ജെല്ലായിരുന്നു. ഒരു സ്മെല്ല് സെൻസിറ്റീവ് സ്കിന്നുള്ളവർ, ഡ്രൈ സ്കിന്നുള്ളവർക്ക് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ട് നമ്മൾ പാഡ്രൈ കൊടുക്കുക. നല്ല ക്ലീൻ ഫേസിൽ നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ കുറച്ചെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഡ്രൈ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ട ഈ ഒരു ഞാനിത് കൂടെ ഞാൻ നോക്കുന്നത്. കാരണം നമുക്ക് ഒന്നും നമ്മൾ കയ്യിലെടുത്തിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഒന്നും അറിയത്തില്ല. പക്ഷേ ഫേസിലിട്ട് നമുക്ക് റബ്ബ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡേർട്ടൊക്കെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഫേസിൽ നിന്ന് എന്തോ ക്ലിയർ ആവുന്നുണ്ടോട്ട് നമുക്ക് തോന്നും. ഫേസിൽ നിന്ന് എന്തോ ക്ലിയർ. അതേപോലെ എൻ്റെ ഫേസ് നിങ്ങൾ ആദ്യത്തെ കണ്ടതിനെക്കാട്ടി ഇപ്പോൾ ഒന്ന് ബ്രൈറ്റ്, നമ്മൾ ആ ഒരു റബ്ബിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എൻ്റെ ഫേസ് ഒന്ന് ക്ലിയർ ആവുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പിന്നെ ചെന്നിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. ഒരു വാം വാട്ടറിൽ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കുക. ഫേസ് വാഷ് വേറെ ഒന്നും ഇടേണ്ട കാര്യമല്ല, ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. ഫേസ് വാഷ് ചെയ്തിട്ടൊന്ന് പാഡ്രൈ ചെയ്യുക കേട്ടോ. പാഡ്രൈ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഫേസ് ഫുൾ ക്ലിയർ ആയിട്ട് ആ ഒരു നമ്മുടെ നോസിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് ഒരു പൊരുവ നമ്മൾ ഓയിൽ ഒക്കെ ഇരുന്ന് പൊരുവരാന്നാവുന്നതിൻ്റെ തൊട്ട് ആ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് റബ്ബ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ ഒക്കെ സഡനായിട്ട് ആ ഒരു എന്താ പറയുക സ്മൂത്ത്നെസ് നമ്മുടെ ഫേസിന് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് കയ്യിൽ തന്നെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ലോണം അത് നമ്മുടെ സ്കിന്ന് നല്ലൊരു ക്ലിയർ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ വീക്ക്ലി വൺസ് ഒക്കെ നമുക്കിത് ചെയ്താൽ മതി. കാരണം ഇത് BHA അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് വീക്ക്ലി വൺസ് തന്നെ ധാരാളമാണ്. ഇത് ഇത്തിരി പ്രൈസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇത്തിരി പ്രൈസി ആണെങ്കിലും ഇപ്പോൾ നൈക്കിലൊക്കെ ഓഫറുള്ളതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നല്ലതാണ്. സ്ക്രബൊക്കെ യൂസ് ചെയ്ത് ഫേസൊക്കെ ഒരുപാട് ഡ്രൈ ആയും ഒരുപാട് റഫായ ഫേസിനൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാവുന്ന അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രാൻഡല്ല, വേറൊരു ബ്രാൻഡിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ എൻ്റെ ഫേസ് മാത്രമേ ഞാൻ എൻ്റെ ഫേസിലും എൻ്റെ റിലേറ്റീവ്സിൻ്റെ ഫേസിലും എല്ലാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് അവർക്കൊക്കെ നല്ലൊരു ക്ലിയർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെയിം പ്രോഡക്റ്റ് പക്ഷെ നമ്മുടെ ഈ മെയ്ഡ് ഇൻ ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് നമുക്ക് അത് ഓർക്കുമ്പം ഹാപ്പിയാണ്. കാരണം നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ അത്രയും നല്ലതായിരിക്കും. നമുക്ക് കിടക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും ഫേസ് വാഷും സ്കിൻ കെയറും ചെയ്യുന്നവരാണ് ഇപ്പോൾ എല്ലാവരും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും മാത്രമല്ല അവൈലബിൾ, ഇവരുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് വെക്കും. നമുക്ക് വേറെ ഫേഷ്യലൊന്നും ഇടണ്ടായിരുന്നു. നമ്മുടെ ഫേസിന് പെട്ടെന്ന് ബ്രൈറ്റ്നസ് ഉണ്ടെന്നോട് തോന്നും. അപ്പോൾ ഇതുപോലത്തെ പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും പ്രോഡക്റ്റ് ഒക്കെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറൈറ്റി പ്രോഡക്റ്റ് നമ്മൾ കാണുന്ന പ്രോഡക്റ്റ് ഒറിജിനൽ ആണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ പ്രോഡക്റ്റിനൊക്കെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിനൊക്കെ നെയിം ഒന്ന് കമൻറ്റ് എഴുതിയിരിക്കുക. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്ന എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അപ്പം അതൊന്ന് പറയട്ടെ. ഏതെങ്കിലും പ്രോഡക്റ്റൊക്കെ റിവ്യൂ വരണമെങ്കിൽ അതൊന്ന് പറയാം. അപ്പോൾ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.